ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന പോയം ഷീ ഈസ് ബൈ സെറിംഗ് വാങ്മോ ധൂംപയാണ്. നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻസിലോട്ട് വരുമ്പോഴത്തേന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നു ഈ പോയത്തെ പറ്റിയിട്ട്. പിന്നീട് നമ്മൾ ഓഥറിനെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറയുന്നു. പിന്നീട് പോയം വായിച്ചിട്ട് അതിൻ്റെ ഒരു സമ്മറി നോക്കാം. അത് കഴിയുമ്പം തീംസും സിമ്പിൾസും ഡിസ്കസ് ചെയ്യാം. സോ കമ്മിങ് ടു ദ വീഡിയോ, പോയത്തെ പറ്റി പറയുമ്പോഴത്തേന് ദ പോയം ഷീ ഈസ് റിട്ടൺ ബൈ സെറിംഗ് വാങ്മോ ധൂംപ. ഇത് പബ്ലിഷ് ആയിരിക്കുന്നത് റൂൾസ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ്. ആ ബുക്കിൻ്റെ കവർ പേജാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. പിന്നീട് 2003 ഇത് പബ്ലിഷ് ആവുന്നത്. ദ പോയം ഇസ് എ ലിറിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് എ വുമൺസ് മൾട്ടി ഫേസഡ് ഐഡൻറ്റിറ്റി. ഇറ്റ് ഈസ് ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് സിംബോളിക്, പോർട്രേയിങ് എ വുമൺ ഹു എംബോഡീസ് ബോത്ത് ട്രഡീഷൻ ആൻഡ് റെസിസ്റ്റ് ഇറ്റ്. അപ്പം അത് പറയുമ്പോഴത്തേക്കിന് വുമൺ എങ്ങനെ ട്രഡീഷനെ എംബോഡി ചെയ്യുന്നതും അതേസമയം തന്നെ റെസിസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു പൊട്രയലാണ്, ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു പൊട്രയലാണ് ഈ പോയം. നെക്സ്റ്റ് നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. സെറിംഗ് വാങ്മോ ധൂംപ ഒരു ടിബറ്റിൻ ആയിട്ടുള്ള പോയറ്റാണ്. ഷീ ഈസ് എ ഫസ്റ്റ് ടിബറ്റിൻ ഫീമെയിൽ പോയറ്റ് ടു പബ്ലിഷ് ഇൻ ഇംഗ്ലീഷ്. ഇനി കമ്മിങ് ടു ഹർ വർക്ക്സ്, മൈ റൈസ് ടേസ്റ്റ് ലൈക്ക് ദ ലേക്ക്, ഇൻ ദ ആബ്സെൻറ്റ് എവറി ഡേ, ഇൻ റൈറ്റിംഗ് ദ നെയിംസ്, റെക്കറിംഗ് ജെസ്റ്റേഴ്സ്, റൂൾസ് ഓഫ് ദ ഹൗസ്. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇനി അവാർഡ്സിലോട്ട് വരുമ്പോഴത്തേന് ഷീ ഈസ് എ ഫൈനലിസ്റ്റ് ഫോർ ഏഷ്യൻ അമേരിക്കൻ ലിറ്റററി അവാർഡ്. നെക്സ്റ്റ് നമുക്ക് പോയം വായിക്കാം. ഹർ വോയിസ് ഇസ് എ റൗണ്ട്നെസ്. ഓൺ ഫുൾ മൂൺ ഡേയ്സ് ഷീ ടോക്സ് അബൌട്ട് റിനൗൺസിംഗ് മീറ്റ്, but the butcher has his routine and blood. M's wisdom still reliable. There are sounds we cannot hear but understand in motion. Slicing of air with hips, crushing grass, saying these are my feet. I want my feet in my shadow. Suffice to meet desires halfway. Quite, we say her chakras are in place. When the thermos shatters, she knows the direction of its spill. She knows how to lead and follow. Know her from this. Sounds we cannot hear, the wind blows and we say it is cool. Night slips under the door. We are tucked into bed and kissed a fleeting one. Through the curtains, her voice loosens like a thread from an old blanket, row upon row. We watch her teeth in the dark and read her words. She speaks in perfect order, facing where the breeze can tug it towards canals stretching for sound. Her faith abides with the cycles of the moon. See how perfect she is. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. നമുക്ക് പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ സമ്മറി നോക്കാം. ഹർ വോയിസ് ഇസ് എ റൗണ്ട്നെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊരു മെറ്റഫറാണ്. വുമൻ്റെ വോയിസ് അല്ലെങ്കിൽ വുമൻ്റെ ഒരു പ്രസൻസ് എത്രത്തോളം ഫുള്ളാണെന്നും കംഫർട്ടിംഗ് ആണെന്നും കംപ്ലീറ്റ് ആണെന്നും അത് ഇവോക്ക് ചെയ്യുന്ന ഒരു വാംത്തും ഒരു ഇമോഷണൽ സേഫ്റ്റിയും ഒരു കംപ്ലീറ്റ്നെസ്സും ഒക്കെയാണ് ആ റൗണ്ട്നെസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കാണിച്ചിരിക്കുന്നത് ഓൺ ഫുൾ മൂൺ ഡേയ്സ് ഷീ ടോക്സ് അബൌട്ട് റിനൗൺസിംഗ് മീറ്റ് ബട്ട് ദ ബുച്ചർ ഹാസ് ഇസ് റൂട്ടീൻ എന്ന് പറയുമ്പം അവർ ഈ വുമൺ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിച്വൽ പ്യൂരിറ്റിക്ക് അസ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഡെയിലി ലൈഫിനെയാണ് ഈ ഒരു ബുച്ചർ ആൻഡ് മീറ്ററും കൊണ്ട് സിഗ്നിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെയിലി ലൈഫ് അതിൻ്റെ ഓൺ റിയാലിറ്റിയിലാണ് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ വുമണിന് ഡെയിലി ലൈഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സ്പിരിച്വൽ പ്യൂരിറ്റിയിലോട്ട് എത്താൻ സാധിക്കുന്നില്ല. ബിക്കോസ് അവർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ മുന്നോട്ട് പോയേ സാധിക്കത്തുള്ളൂ. എംസ് വിസ്ഡം സ്റ്റിൽ റിലയബിൾ എന്ന് പറയുമ്പോഴത്തേന് എം എന്നുള്ളത് നമുക്കിവിടെ മദർ എന്നുള്ളത് വെച്ച് ഉദ്ദേശിക്കാം. മദേഴ്സ് വിസ്ഡം സ്റ്റിൽ റിലയബിൾ എന്ന് പറയുമ്പോൾ ഒരു മദറിൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മദറിൻ്റെ വിസ്ഡം, ഒരു മദറിൻ്റെ ലവ് എന്ന് പറയുന്നത് എന്നും റിലയബിൾ ആണ്. There are sounds we cannot hear but understand in motion. അപ്പോൾ ഒരു വുമൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മേ ബി എപ്പോഴും വേർഡ്സ് കൊണ്ടായിരിക്കണമെന്നില്ല. അവരുടെ ഒരു ആക്ഷൻസും ജെസ്റ്റേഴ്സും ഈവൻ സൈലൻ്റ് ആയിട്ടുള്ള പ്രസൻസ് പോലും അവരുടെ ഒരു ലവും നർച്ചറിങ്ങും കെയറും അതെല്ലാം പുറത്ത് കാണിക്കാൻ വേണ്ടി എപ്പോഴും ഒരു വേർഡ്സ് വെച്ച് അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. അവരുടെ ആക്ഷൻസും ജെസ്റ്റേഴ്സും എല്ലാം അത് പുറത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സ്ലൈസിങ് ഓഫ് എയർ വിത്ത് ഹിപ്സ്, ക്രഷിങ് ഗ്രാസ് ആൻഡ് സേയിങ് ദീസ് ആർ മൈ ഫീറ്റ്. അപ്പോൾ ഇതെല്ലാം സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ്സിനാണ്. പക്ഷേ ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കോൺഫിഡൻറ്റും ആണ് ഗ്രൗണ്ടഡും ആണ്. ആ കോൺഫിഡൻസും കൊണ്ട് അവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിനെ കാണിക്കുമ്പോൾ തന്നെ ആ ഗ്രൗണ്ടഡ് എന്നുള്ള വാക്കും കൊണ്ട് അവരുടെ ഒരു കണക്ഷൻ വിത്ത് നേച്ചറാണ് കാണിക്കുന്നത്. അവർ കോൺഫിഡൻ്റ് ആണ്, ബട്ട് അവർ നേച്ചറിനോടും എൻവയൺമെൻറ്റിനോടും ഒക്കെ എർത്തിനോട് തന്നെ ഗ്രൗണ്ടഡ് ആണ്, വളരെയധികം ഹമ്പിൾ ആണെന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുക. ഐ വോണ്ട് മൈ ഫീറ്റ് ഇൻ മൈ ഷാഡോ, സഫൈസ് ടു മീറ്റ് ഡിസയേഴ്സ് ഹാഫ് വേ. അപ്പം വുമൺ അവരോട് തന്നെ ട്രൂ ആയിട്ട് നിൽക്കുക. അവർക്ക് അവരുടെ ബൗണ്ടറീസ്, അവരുടെ ചുറ്റും ബൗണ്ടറീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ലൈഫിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ഡ്രീംസും ഫുൾഫിൽ ആവണമെന്ന് തന്നെ ഇല്ല. ക്വൈറ്റ്, വി സേ ഹർ ചക്രാസ് ആർ ഇൻ പ്ലേസ്. ഷീ സീൻ എ സ്പിരിച്വലി ബാലൻസ്ഡ്, സെൻറ്റർഡ്, കാം, കമ്പോസ്ഡ്. അപ്പം നമ്മൾ ആ ഒരു വുമണിനെ അങ്ങനെ ഒരു പ്രസൻസ് ആയിട്ടാണ് കാണുന്നത്. വെൻ ദ thermos shatters, she knows the direction of its spill. അപ്പോൾ അത് അവരുടെ ഒരു അറ്റൻറ്റീവ്നെസ്സിനെയും കൺട്രോളിനെയും ഇൻറ്റ്യൂഷനെയും ഒക്കെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ക്യാവോസ് നടക്കുമ്പോഴത്തേന് നെക്സ്റ്റ് എന്തുമായിരിക്കും ലീഡ് ആവുന്നതെന്നുള്ളത് അവർക്കറിയാം. അത് അതിൻ്റെ ഒരു കോൺസിക്വൻസ് എങ്ങനെയായിരിക്കും അവർക്ക് നേരത്തെ ഇൻറ്റ്യൂഷനിലൂടെ മനസ്സിലാവുന്നു എന്ന് കാണിച്ചിരിക്കുക. അത് അവരുടെ ഒരു പവറിനെയും അവരുടെ ആ ഒരു കേപ്പബിലിറ്റീനെയും ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഷീ നോസ് ഹൗ ടു ലീഡ് ആൻഡ് ഫോളോ, നോ ഹർ ഫ്രം ദിസ്.
അപ്പോൾ ഇതൊരു വുമൻ്റെ ഡ്യുവൽ എബിലിറ്റിയാണ് കാണിക്കുന്നത്. അവർക്കൊരു ലീഡർ ആവാനും സാധിക്കും, വളരെ ഹമ്പിളായിട്ട് ഫോളോ ചെയ്യാനും സാധിക്കും. അവർക്ക് രണ്ടും സാധിക്കുന്നതോടുകൂടി അവർക്ക് ആ ഒരു അതോറിറ്റീനെ ഹ്യൂമിലിറ്റിയുടെ കൂടെ ബാലൻസ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അവരൊരു സ്ട്രോങ് വുമൺ ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഡ്യുവൽ എബിലിറ്റിയാണ് വുമണിനെ ബാക്കിയുള്ള മെന്നിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നതായിട്ട് കാണിച്ചിരിക്കുക. സൗണ്ട്സ് വി കനോട്ട് ഹിയർ, ദ വിൻഡ് ബ്ലോസ് ആൻഡ് വി സേ ഇറ്റ് സ്കൂൾ. അപ്പോൾ ഈ ഒരു സട്ടിൽ അല്ലെങ്കിൽ ഒരു അൺസ്പോക്കൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരു വുമണിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു വിൻഡിനെ പോലെയാണെന്ന് കാണിച്ചിരിക്കുക. ഈ ഒരു വുമൺ എന്ന് പറയുന്നത് നമുക്ക് അവർ ചെയ്യുന്ന എല്ലാം മേ ബി കാണാനോ കേൾക്കാനോ സാധിക്കില്ല, ബട്ട് അവരുടെ ഒരു പ്രസൻസ്, അവരുടെ ആ ഒരു നർച്ചറിങ് ആയിട്ടുള്ള വോംത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നൈറ്റ് സ്ലിപ്സ് അണ്ടർ എ ഡോർ, വി ആർ ടക്ഡ് ഇൻ ടു ബെഡ് ആൻഡ് കിസ്ഡ് എ ഫ്ലീറ്റിംഗ് വൺ. അപ്പം ഇതെന്ന് പറയുന്ന ഒരു മദർ എങ്ങനെയാണ് ഒരു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ത്രൂ ദ കർട്ടൻസ് ഹർ വോയിസ് ലൂസൻസ് ലൈക്ക് എ ത്രെഡ് ഫ്രം എൻ ഓൾഡ് ബ്ലാങ്കറ്റ്, റോ അപ്പോൺ റോ, ഹർ വോയിസ് പെർഹാപ്സ് ഫേഡിങ് ഇൻ മെമ്മറി. അപ്പം ഈ മെമ്മറി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ വുമൻ്റെ വോയിസ് ഒരു മെമ്മറിയിൽ ഫേഡായി പോകുന്നതായിട്ട് കാണിച്ചിരിക്കുക. മേ ബി ഒരു ഓൾഡായിട്ടുള്ള മദറിൻ്റെ ഒരു സിമ്പിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ബിക്കോസ് ആ ഒരു ബ്ലാങ്കറ്റ് എത്ര വോൺ ഔട്ട് ആയാലും, ഓൾഡ് ബ്ലാങ്കറ്റ് ആയാലും അതിനെപ്പോഴും നമുക്കൊരു കംഫർട്ടിംഗ് ആയിട്ടുള്ള പ്രസൻസ് തരാൻ സാധിക്കും. അതേപോലെ ആ ഈ വുമണിനെ കാണിച്ചിരിക്കുന്നത്. വി വാച്ച് ഹർ ടീത്ത് ഇൻ ദ ഡാർക്ക് ആൻഡ് റീഡ് ഹർ വേർഡ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു വിഷ്വലും അതേപോലെ തന്നെ ഒരു ഓഡിറ്ററി ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഈ മേ ബി മദർലി ആയിട്ടുള്ള ഒരു ഫിഗർ ഡാർക്കിൽ സ്പീക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ വുമൺ എന്ന് പറയുന്നത് ഓൾഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഈ ഡാർക്കിൽ സ്പീക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു ആബ്സെൻസും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷീ സ്പീക്സ് ഇൻ പെർഫെക്റ്റ് ഓർഡർ, ഫേസിങ് വെയർ ദ ബ്രീസ് ക്യാൻ ടഗ് ഇറ്റ് ടുവേർഡ്സ് കനാൽസ് സ്ട്രെച്ചിങ് പെർ സൗണ്ട്. അപ്പം അവരുടെ സ്പീച്ച് എത്ര ഓർഡർലി ആണെന്നും കാം ആണെന്നും ഒരു വിൻഡിനെ പോലെ ഫ്ലോ ചെയ്യുന്നതെന്നും ഒക്കെ കാണിക്കുമ്പോൾ അവരുടെ ഒരു വിസ്ഡത്തെ പറ്റിയിട്ടും അവരുടെ ഒരു സട്ടിൽനെസ്സിനെ പറ്റിയിട്ടും ഒരു ഗ്രേസ്ഫുൾനെസ്സിനെ പറ്റിയിട്ടും ഒക്കെ ഈ ഒരു ലൈൻസ് പോർട്രേ ചെയ്യുന്നു. ഹർ ഫെയ്ത്ത് അബൈഡ്സ് ബൈ ദ സൈക്കിൾസ് ഓഫ് ദ മൂൺ, സീ ഹൗ പെർഫെക്റ്റ് ഷീ ഈസ്. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു വുമൺ നേച്ചറുമായിട്ട് എത്രത്തോളം റിഥമിലാണ്. അവരുടെ സൈക്കിളും നേച്ചറിൻ്റെ മൂണിൻ്റെ സൈക്കിൾ പോലെ തന്നെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവർ നേച്ചറിനോട് അത്രയും ക്ലോസ് ആണെന്നും അവർ നേച്ചർ തന്നെയാണെന്നും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ലൈൻസാണിത്. നെക്സ്റ്റ് നമ്മൾ തീംസിലോട്ട് പോവാം. മെമ്മറി ആൻഡ് ലോസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ്. ഫെമിനൈൻ സ്ട്രെങ്ത് ആൻഡ് ഗ്രേസ് വരുന്നുണ്ട്. സ്പിരിച്വാലിറ്റി ആൻഡ് നേച്ചറിൻ്റെ റിഥം വരുന്നുണ്ട്. ലെഗസി ഇൻ ദ ഡൊമസ്റ്റിക് സ്പേസ്, അൺസ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസാണ്. ഇനി സിമ്പിൾസിലോട്ട് വരുമ്പോഴത്തേക്കിന് വോയിസ് ആസ് റൗണ്ട്നെസ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടിനെയും കംപ്ലീറ്റ്നെസ്സിനെയും ഒക്കെ സിമ്പിളാണ്. ഫുൾ മൂൺ ആൻഡ് മൂൺ സൈക്കിൾസ് വരുമ്പോഴത്തേന് ഫെമിനിറ്റീനെയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഋത്തത്തിൻ്റെയും സ്പിരിച്വൽ ഋത്തത്തിൻ്റെയും ഒക്കെ സിമ്പിളൈസ് ചെയ്യുന്നു. തെർമോസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ലൈഫ്, റൂട്ടീൻ, കാവോസ് അതിനെയൊക്കെ കാണിക്കും. ഇനി കർട്ടൻസ് ആൻഡ് ക്വിൽസ് വരുന്നുണ്ട്. അത് സെൻറ്റ് ആൻഡ് മെമ്മറി ഓഫ് വുമൺ കാണിക്കുന്നുണ്ട്. ഓൾഡ് ബ്ലാങ്കറ്റ് അത് വെച്ചിട്ട് ഒരു മെമ്മറീനെയും കാണിക്കുന്നെങ്കിലും അതുപോലെ തന്നെ ഒരു കംഫർട്ടാണ് കാണിക്കുന്നത്. സ്വീയിങ് മെഷീൻ, സാരീസ്, ഡ്രസ്സിങ് ടേബിൾ, ഇതൊക്കെ തന്നെ ഫെമിനൈൻ കെയർ, ഐഡൻറ്റിറ്റി, ബ്യൂട്ടി അതൊക്കെയാണ് സിമ്പിളൈസ് ചെയ്യുന്നത്. ഷാഡോ ആൻഡ് ഫീറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീനെയും ആ ഒരു റൂട്ടഡ് ആവാനുള്ള ഒരു ഡിസയറിനെയൊക്കെയാണ് വുമൻ്റെ ഡിസയറിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇനി വിൻഡ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത് സിമ്പിളൈസ് ചെയ്യുന്ന ഇൻറ്റ്യൂഷനെയും മെമ്മറീനെയും ഒരു ഇമോഷണൽ അണ്ടർ കറൻസിനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റാത്ത ബട്ട് സ്റ്റിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന വുമൻ്റെ ഒരു നർച്ചറിങ് നേച്ചർ, ഒരു പവർ പോലെയൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.